ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ചെമ്മീനുണ്ട് അല്ലെങ്കിൽ ചെമ്മീൻ കടമ്പ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടണം, അതിൻ്റെ ഫോട്ടോസൊക്കെ തംബ്നെയിൽസായിട്ട് വെക്കണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരേ ഒരു സ്നാക്കായിട്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരുന്നു, ഈവനിങ്. അപ്പോൾ ഞാൻ ആദ്യം കാടമുട്ട വേവിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാടമുട്ട വേവിച്ചതിന് ശേഷം കുട്ടികൾക്ക് അതേപോലെ കൊടുത്തു കേട്ടോ. ഇത് ചെമ്മീൻ മസാല കടമ്പിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതേപോലെ ചേർത്തുണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ചെമ്മീൻ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിലുള്ള വേസ്റ്റൊക്കെ ശരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതേപോലെ ഞാനൊരു 3 സവോളയും ഒരു ഹാഫ് സവോളയും എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് 3 മുഴുവനായിട്ട് ആവശ്യം വന്നിട്ടില്ല. 2 എണ്ണം കട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്ര മതിയെന്ന് തോന്നി. അതിനാവശ്യത്തിനുള്ള ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 2 സവോളയും ഒരു ഹാഫ് സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് തക്കാളിയോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ചേർക്കുന്നില്ല. എനിക്ക് തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും നാടൻ രീതിയിലൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ തന്നെ ചേർക്കാം. നമുക്കിതിലേക്ക് ചെമ്മീനും പൊടികളൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. പിന്നെ നല്ല പോലെ സവോള വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതേപോലെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടില്ല, അതേപോലെ പച്ചമുളകും ചേർത്തിട്ടില്ല. പച്ചമുളക് ചേർക്കാത്തതിന് പകരമാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുമ്പോൾ നമുക്കത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടൂലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില കറിവേപ്പിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കതൊന്നും നമ്മൾ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നല്ലപോലെ പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെമ്മീനിൽ തന്നെ വെള്ളം പൊട്ടി വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ചെമ്മീൻ നല്ലപോലെ വെന്ത് വന്നോളും. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങലരി ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകിയതിന് ശേഷം അതും അതിൻ്റെ കൂടെ കുറച്ച് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വളരെ നൈസായിട്ട് അരച്ചെടുക്കണമെന്നൊന്നുമില്ല, അരഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കട്ടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഷെയ്പ്പാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതി. കുറേ വെള്ളം ചേർത്തിട്ട് നമ്മൾ ലൂസായിട്ടാണ് അരക്കുന്നതെങ്കിൽ കുറേ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറേ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന വിധത്തിലാണ് അരക്കുന്നതെങ്കിൽ അതിനുള്ള തേങ്ങയും കൂടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ അരപ്പിലേക്ക് ജീരകമോ അല്ലെങ്കിൽ പെരുംജീരകം അങ്ങനെയുള്ള യാതൊന്നും ചേർത്തിട്ടില്ല, സവോളയും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചേർത്തരക്കുമ്പോൾ അത് കല്ലുമ്മക്കായൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിലായി പോവും. അപ്പോൾ ഒന്ന് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് എൻ്റെ മാവ് അത്യാവശ്യം ലൂസായിരുന്നു, കുറച്ച് കട്ടിയായിട്ട് അരച്ചാലും മിക്സിയുടെ ജാറ് പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അരച്ചത്. അതിലേക്കും അരിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല കട്ടി തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്താനുള്ളതാണ്. പിന്നെ പറിച്ചമ്പ് എടുത്തിട്ട് അടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ചിട്ട്
പിന്നെ നമ്മുടെ മസാലയും മാവും അരികത്ത് വെച്ച് കൊടുക്കുക. മസാലയിലേക്ക് ഒരു സ്പൂണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് മാവ് ആദ്യം വെള്ളം തൊടണം കയ്യിലേക്ക്. എന്നിട്ട് മാവ്, വെള്ളത്തിന് പകരം എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഒട്ടും എണ്ണയില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നുള്ളത്. അതിനുശേഷം മാവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോളാക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തിയിട്ട് സ്പൂണിൽ ഒരു സ്പൂൺ മസാലയോ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മാവ് എടുക്കുന്ന സമയത്ത് തിന്നായിട്ട് പരത്തുന്ന രീതിയിൽ മാവ് എടുക്കരുത്. അത്യാവശ്യം കട്ടിയിൽ തന്നെ ഉള്ള മാവ് പരത്തിയിട്ടെടുക്കുക. എന്നിട്ടത് മടക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക, ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോവും. ആദ്യം എല്ലാ സൈഡിൽ നിന്നും നമ്മൾ സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ 2 കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പറച്ചമ്പിൽ മൊത്തത്തിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് അരമണിക്കൂറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വെന്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ക്വാണ്ടിറ്റി. കൂടുതൽ വെക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കുറേ സമയം വെക്കേണ്ടി വരും. അപ്പോൾ അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ സംഭവം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അതേപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതൊന്നും ഈ ടേസ്റ്റിലല്ല. അവർ തേങ്ങ ഇടുന്നില്ല. അതേപോലെ എന്തോ എനിക്ക് തട്ടുകടയിലുള്ള ഈ ഒരു സംഭവം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ബായ്, വീണ്ടും വരാം പുതിയൊരു വീഡിയോ ആയിട്ട്.